Welcome to Milma Present Ondannu Ruji, co-powered by Suntips and 916 Cocoa Brand Coconut Oil, special partner Amion, and our education partner Moonar Catering College. ഇന്നത്തെ പോലെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹരിശാന്ത് പുതുമനയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഹരി ബ്രോ, നമസ്കാരം. കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ. സുഖമായിട്ട് പോണു. സീല് വീണ്ടും ദൂരത്തിന് ശേഷം അതെ ഈ ഒരു പ്രോഗ്രാമിലാണ്. ഒരുപാട് സന്തോഷം. അതുകൂടാണ്ട് ഈ ഒരു ഷോയുടെ പ്രത്യേകത അറിയാലോ, ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക, നിങ്ങളുടെ കുറെ കഥകൾ കേൾക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു രസം. അപ്പൊ ആദ്യം തന്നെ എന്ത് ഡിഷാണ്? ഞാനൊരു വലിയ കുക്കൊന്നുമല്ല, സഹായി മാത്രമാണ്. കാരണം അതിന്റെ ഒരു ആവശ്യകത വരാറുള്ളൂ. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ചിക്കൻ കറി ഉണ്ട്. അമ്മ കഴിക്കില്ല, അമ്മ വെജിറ്റേറിയനാണ്. പക്ഷെ അസലായിട്ട് ചിക്കൻ കുക്ക് ചെയ്യും. നമ്മൾ എന്ത് കൊടുത്താലും അത് പ്രിപ്പയർ ചെയ്ത് തരും. അത് അമ്മ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഈ രുചി നോക്കാതെ ഇത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. അമ്മ കഴിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ചിക്കൻ കറിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ കൂടെ ഒരു ദിവസം നിന്ന് അമ്മ അങ്ങനെയൊക്കെയാണ് ചെയ്യണത്, എങ്ങനെയൊക്കെയോ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഒരു അത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അമ്മ ചിക്കൻ കഴിക്കില്ല, പക്ഷേ വളരെ മനോഹരമായിട്ട് ഇപ്പോഴും അത് ഓർമ്മിച്ച് ആ ഒരു ഡിഷ് തന്നെ വേണമെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട് പിള്ളേ സാർ, അതായത് ഈ പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഈ സംക്രാന്തി എന്ന് പറയുന്നൊരു സമയമുണ്ട്. അതായത് നമ്മുടെ മിഥുനവും കർക്കിടകത്തിന്റെ ലാസ്റ്റ്, മിഥുനത്തിന്റെ ലാസ്റ്റും കർക്കിടകത്തിന്റെ തുടക്കവും. അപ്പൊ ഈ സംക്രാന്തിക്ക് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദോശയും ചിക്കൻ കറിയാണ്. അത്യാവശ്യം പാലക്കാടുള്ള എല്ലാ വീടുകളിലും ഒരു ഇതന്നെയായിരിക്കും അന്നത്തെ മെനു. അപ്പൊ അതാണ് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ശരി, തുടങ്ങിക്കോട്ടെ. പുതുമനാണ്. ഹരിശാന്ത് എന്നാണ് എല്ലാവർക്കും അറിയുന്നതും എല്ലാവർക്കും വിളിക്കാൻ ഇഷ്ടവും. ഹരിശാന്തും ഹരിയും ഒക്കെ തന്നെ ആ പേരിന് തന്നെ ഒരു നമുക്കൊരു ഉള്ള പേരാണ്. അതെ 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 അതെ. അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ പിള്ള സാർ, ഈ ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് പൊതുവെ ചെറിയൊരു ഈ അന്ധവിശ്വാസം എന്ന് പറയാൻ വയ്യ, എങ്കിലും വിശ്വാസം അത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഈ ന്യൂമറോളജിക്കലി പേരൊന്ന് മാറ്റി നോക്കിയാലോ, എന്തെങ്കിലും വല്ല ഒരു എയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി നോക്കിയാൽ നാളത്തെ ലാലേട്ടനോ മമ്മൂക്കെ ആയാലോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നതിന്റെ പുറത്ത്, അത് മാത്രമല്ല കേട്ടോ, ഈ ഹരിശാന്ത് എന്നുള്ളത് ഒരു റെയർ നെയിം ആയതുകൊണ്ട് ഈ പലപ്പോഴും വിളിക്കുമ്പോൾ ഹരിപ്രസാദ് ഇല്ലേ, മറ്റേ ഹരിശങ്കറെ, ഈ ഹരിശാന്ത് ആരുടെയും വായിൽ വരുന്നില്ല. അപ്പൊ എനിക്ക് എന്താണാവോ, അപ്പൊ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ടോട്ടലി പേര് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ശരൺ എന്നുള്ള പേരിലേക്ക്
ആണ് ന്യൂമറോളജിക്കലി സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം ഫുൾ പേര് മാറ്റിയിട്ട് ഹരിശാന്ത് എന്ന് മൊത്തം അങ്ങ് മാറ്റിയിട്ട് ശരൺ എന്നാക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുമെന്നുള്ളത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ശരൺ എന്നാക്കിയതോടുകൂടി ഹരിശാന്ത് ക്ലിയർ ആയി. എല്ലാവരും പിന്നെ ഹരിശാന്ത് പറയുന്നത് ഹരിശാന്ത് പേര് മാറ്റി ശരണെന്നായി എന്നായി. അപ്പൊ ഈ ഹരിശാന്ത് ഒന്നുകൂടെ ഫോക്കസ്. എല്ലാവർക്കും അത് അപ്പൊ ഞാൻ ഇപ്പോഴും അത്യാവശ്യം എല്ലാവർക്കും ഞാൻ പേര് മാറ്റിയെന്നും ശരണാണെന്നും അറിയാം. പക്ഷെ എനിക്കിഷ്ടം ഹരിശാന്ത്. ഇപ്പൊ നേരത്തെ പിള്ള സാർ വിളിച്ച പോലെ ഹരിശാന്ത് എന്ന് വിളിക്കാം. കുറച്ചും കൂടെ നമുക്കൊരു ഇന്റിമസി. ശരണെന്ന് പെട്ടെന്ന് വിളിക്കുമ്പോ ഏതോ ഒരു ഫോർമാലിലായിട്ട് ആരെങ്കിലും പ്രൊഫഷണലി വിളിക്കാന്ന് തോന്നുന്നു. അതെ അതെ, മറ്റേ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ വീണ്ടും പഴയ എൻ്റെ പേരിൽ തന്നെ അറിയപ്പെടും, ഹരിശാന്ത്. നിങ്ങളൊക്കെ ഇനി ഹരിശാന്ത് വിളിച്ചാൽ മതി. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തപ്പെട്ടത്? ഞാൻ പിള്ള സാർ ഇതിൻ്റെ എത്ര വർഷമായി എന്ന് പറഞ്ഞാൽ? 33 വർഷം കഴിഞ്ഞു. 33 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള മിനി സ്ക്രീനിലും ഇതേപോലെ ഇപ്പോൾ ഒരാൾ 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പീരീഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വലിയ വേഷങ്ങളൊക്കെ കണ്ടുവന്ന ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ആ ഒരു സമയത്തെ എൻട്രി എന്നൊക്കെ പറയുന്നത് ഇത്ര എളുപ്പമല്ല. അന്ന് നമുക്ക് ദൂരദർശൻ മാത്രമാണ്. 1991 ഞാൻ SLC കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരു ഡ്രാമ റൈറ്ററും ഡയറക്ടറൊക്കെയാണ്. കാളിദാസ് പുതുമനാണ് അച്ഛൻ്റെ പേര്. അപ്പം അച്ഛനാണ് എന്നെ ഒരു ടെലിഫിലിമിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അച്ഛൻ്റെ തന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു സീരിയലിൽ എഴുത്തച്ഛൻ്റെ കുട്ടിക്കാലം ചെയ്തു. ദെൻ അവിടെ നിന്നായിരുന്നു പിന്നെ എൻ്റെ ഒരു ബ്രേക്കിലേക്ക് ഞാൻ കിടക്കുന്നത്. അതായത് മലയാളത്തിൻ്റെ ആദ്യത്തെ മെഗാ സീരിയൽ നായകനും കൂടെയാണ് ഞാൻ. എൻ്റെ ഗോഡ് ഫാദർ ശ്രീകുട്ടൻ സാറാണ് നമ്മുടെ ഫിലിം ഡയറക്ടർ. തക്ഷശില ഓഫാബിയൊക്കെ എടുത്ത്. അതെ, വേറെ പടം പാവക്കൂത്ത്. അപ്പൊ അതാണ്, അദ്ദേഹമാണ് എൻ്റെ ഗോഡ് ഫാദർ. നമ്മുടെ പഴയ M. കൃഷ്ണൻ നായർ സാറിന്റെ മോനാണ്. K. ജയകുമാർ സാറിന്റെ അനിയനാണ്. നമ്മുടെ IAS. എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് തന്നെ വടക്കൻ അത് തന്നെ. അദ്ദേഹത്തിന്റെ വംശം എന്ന പ്രോജക്റ്റിലൂടെയാണ് ഞാൻ ഒരു പക്ഷെ ഒരു പ്രൊഫഷണൽ ആക്ടർ എന്ന് പറയുന്നതിനിടയ്ക്ക് ഉള്ളി വാടിയിട്ടുണ്ട്. അതെ, അടുത്തത് ഇതിൽ നമ്മൾ ഇടുന്നത് പച്ചമുളകും മല്ലിയിലയും കൂടെ അരച്ചത്, ഇഞ്ചി. ഇതൊക്കെ ആ ശീലമില്ലാത്തതിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞു ആദ്യം. അപ്പം അങ്ങനെയാണ് പ്രൊഫഷനിലേക്ക് വരുന്നത്. അങ്ങനെ അവിടുന്ന് നിയർലി അപ് ടു 2023 നിയർലി 150ഓളം സീരിയലുകളിൽ ഞാൻ അഭിനയിച്ചു. 150. നമ്മൾ ഈ സിനിമ ആണ് എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നെങ്കിലും ഒരു സിനിമ ഒരു 3 months മാക്സിമം, അല്ലെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റുള്ള പടമൊക്കെയാണ് അതിലും വില പോകുന്നത്. 3 മാസം കൊണ്ടൊക്കെ ഷൂട്ട് തീരും. പക്ഷെ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വർഷം മിനിമം 300 എപ്പിസോഡ്സ് ഒക്കെ ഒരു മിനിമമാണ് ഒരു സീരിയലിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. മിനിമം നല്ലൊരു എത്തുക എന്ന് പറയുന്നത് ഒരു 300 എപ്പിസോഡൊക്കെ വരണം. ഏകദേശം ഇതൊന്ന് നന്നായിട്ട് വൈറ്റ് വന്നു. ഇനി നമുക്ക് ചിക്കനാണ് ഇവിടെ? അല്ല, മസാലകളാണ്. മുളക് പൊടി ഒരു 3 സ്പൂൺ നമ്മളിടുന്നു. മല്ലിപ്പൊടി ഒരു 4 സ്പൂൺ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊണ്ട് മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഒരു 1.5 സ്പൂൺ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ്.
എടുത്തു. ചിക്കൻ ഇട്ടോ, ചിക്കൻ ഇട്ടിട്ട് അത് നമുക്ക് വയറ്റി എടുക്കാം. അതെ, ഓക്കെ. വെള്ളം ഒഴിച്ചിട്ടാണോ ചെയ്യേണ്ടത് അതോ? അതെ, ഇതിന് നമ്മൾ ഈ ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഇട്ടിട്ട് നമ്മൾ കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കും. അടച്ചങ്ങ് വെക്കാൻ. ഓക്കെ. ഈ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു ശബ്ദമാണല്ലോ ഇതിൻ്റെ മെയിൻ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്കറിയാം ചിലർ ഭയങ്കര ഇവർ ഗായകരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം അതേ ഇമ്പോർട്ടൻസ് പാട്ട് പാടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ആവി മുഖത്തെത്തിയപ്പോൾ അറിയാണ്ടൊരു ചിരി അങ്ങ് അത് അറിയാണ്ടൊരു ചിരി വന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ പുള്ളി ഒരു അഹങ്കാരിയുടെ കണക്ക് എന്റെ ചിക്കൻ കറി ഇവിടെ വർക്കായി എന്ന തരത്തിലുള്ള ചിരിയാണ്. അല്ലേ, എനിക്ക് ഈ കളറ് കണ്ടപ്പോഴാണ്. കാരണം ഈ കളർ വീട്ടിലും കിട്ടിണ്ടാവില്ല. ഈ കളറ് ഏകദേശം ഇത് തന്നെയാണ്. പക്ഷെ ഇത് വറുത്തരച്ച ചിക്കൻ കറിയുടെ നിറം എത്തിയില്ലേ? അത് സത്യം. അങ്ങനെ ചിക്കൻ കറി സ്പെഷ്യൽ ദോശയും ഉള്ളി സംബന്ധിയും വറുത്തരച്ച ചിക്കൻ കറി. വറുത്തരച്ച ഞാൻ പറഞ്ഞത് വറുത്തരച്ചതിൻ്റെ ടെക്സ്ചറെല്ലാം ഉള്ള തേങ്ങയൊന്നും ഇല്ലാത്തൊരു അടിപൊളി കറി. അപ്പോൾ അതിനി കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഇത് കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇത്രയും കാര്യമൊക്കെ വന്ന് ചേട്ടൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു 4 വരി പാട്ടൂടെ പാടണം. ഇഷ്ടപ്പെട്ട ചേട്ടൻ ഇഷ്ടപ്പെട്ട എന്നാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടനൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ടൂടെ പാടും. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. അടിപൊളി. ഈ പാട്ട് എൻ്റെ ഏറ്റവും സത്യം പറഞ്ഞാൽ ഇത് പാടുമെന്നല്ല വിചാരിച്ചു. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. ഒന്നും പറയാനില്ല അല്ലേ, മിന്നാ മിനിങ്ങിൻ്റെ നുറുങ്ങുമട്ടം. പാട്ടിനെ കുറിച്ച് പറയുന്നില്ല. നമ്മളിത് ചിക്കൻ കറി സോസിലേക്ക് മുറിച്ച് ഇത്തിരി അമ്മ അടിപൊളി. ഞാൻ അമ്മയ്ക്കാണ് പറയുന്നത്. ഒരു ദിവസം എന്തായാലും പാലക്കാട് വന്ന് നേരിട്ട് ഇത് അമ്മയുടെ കൈ കൊണ്ട് കഴിക്കണം. ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ എപ്പോഴും ഇങ്ങനെ പാലക്കാട് വഴി ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ചിക്കൻ വേണേൽ വാങ്ങിച്ചുകൊണ്ട് വരും അവിടെ. എന്നിട്ട് അമ്മയെ കൊണ്ട് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. അപ്പം ചേട്ടാ താങ്ക് യു സോ മച്ച്. അടിപൊളി. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ ഉണ്ടോ? ഉണ്ട്. അടിപൊളി. അതല്ല ഞാൻ പറഞ്ഞ വീട്ടിൽ വരുന്ന വരും എന്ന് പറഞ്ഞത്. സന്തോഷം ഇവിടെ ഒന്നൊന്ന രുചി വന്നതും നിങ്ങളുടെ കുറേ കഥകൾ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഡബ്ബിങ്ങിന് മാത്രമായിപ്പോൾ അത് തന്നെ. പക്ഷേ ഒരു ബാക്കിയുള്ള അഭിനയത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറയും. ഡബ്ബിങ്ങിനെ കുറിച്ചൊന്നും ആരും അത് വിചാരിക്കുന്നത് സിമ്പിളായിട്ട് ആ കഥാപാത്രം വരുന്നു, മൈക്കിന് മുമ്പിൽ ഇരുന്ന് പറഞ്ഞാൽ തീരുന്നു. അത് ഞാൻ പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ചോദിക്കാൻ കാര്യം ഞാനിരുന്ന് വിയർത്തതാണ്. അപ്പോൾ വെറും കൈയോടെ വിടില്ല. നമ്മളൊരു ഗിഫ്റ്റ് തരുന്നു. ആദ്യം 916 കോക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു. അമിയോൻ്റെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഒന്നൊന്നര രുചി.
അപ്പോൾ ഹരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വരട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് പാൻ ഇന്ത്യയിലുള്ള ഷാറൂഖ് ഖാൻ്റെ വരെ ദിൽസേ മുതൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യയിലെ തെലുങ്ക്, കന്നഡ, തമിഴ് സിനിമകളുടെ എല്ലാം മലയാളത്തിൽ വരുമ്പം ഡബ് ചെയ്ത അതേപോലുള്ള സൂപ്പർ ഹിറ്റായിട്ടുള്ള മൂവിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യാനും ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ വന്നു തരാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകരോട് ഉറപ്പായിട്ടും സി കേരളം എന്നെ സംബന്ധിച്ച് സിയിലെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. കയ്യെത്തും ദൂരത്ത് എല്ലാവർക്കും അറിയാം, ഒരു ഹിറ്റ് പ്രോജക്റ്റ് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് വേഷം ചെയ്തത് എൻ്റെ ഈ 33 ഇയേഴ്സിൽ ഞാൻ ആദ്യമായിട്ട് പോലീസ് യൂണിഫോം ഇട്ടത് കയ്യെത്തും ദൂരത്തിലാണ്. കൃഷ്ണപ്രസാദ് IPS എന്ന് പറയുന്ന ക്യാരക്ടർ, ACP, ഗംഭീര ക്യാരക്ടറായിരുന്നു. സോ ഒരുപാട് സന്തോഷം. വീണ്ടും സിയിൽ വരാൻ സാധിക്കട്ടെ. ഇപ്പോൾ വീണ്ടും വന്നതിൽ ഈ 1.5 രുചിയിൽ പ്രത്യേകിച്ച് ഇതുപോലൊരു വലിയ മറ്റൊരു കലാകാരൻ്റെ കൂടെ, പിള്ള സാറിൻ്റെ കൂടെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് ശ്രീ. താങ്ക് യു സോ മച്ച്. നമസ്കാരം കൂട്ടുകാരെ. 1.5 രുചിയിൽ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പാചകവും നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവാനുള്ളൊരു കാര്യം ഇതിനകത്ത് നാടൻ പാചകമാണ്. അപ്പോൾ നമ്മുടെ ഷോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന 916 കോക്കോ ബ്രാൻഡ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഒരുപാട് തരംഗമായിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായ സാൻഡി അഗസ്റ്റിൻ സാറിനെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു ബ്രാൻഡിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കുറേ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങൾ തന്നെ പറയുന്നതും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൊപ്രയുടെ പ്രശ്നമാണ് എല്ലാവരും പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു സംഭവം? സിമ്പിളായിട്ട് പറഞ്ഞാൽ വിഷമില്ലാത്ത കൊപ്രയിൽ നിന്നും വിശ്വസിക്കാവുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ദീർഘകാലം കൊപ്ര കേടാകാതിരിക്കാനായിട്ട് സൾഫർ, സൾഫാസ് എന്നീ മാരക രാസവിഷങ്ങൾ ചേർത്ത കൊപ്രയാണ് ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. ഇത്തരത്തിലുള്ള കൊപ്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കി മലബാർ ഭാഗത്തുനിന്ന് കൃഷിക്കാരിൽ നേരിട്ട് തേങ്ങ വാങ്ങി സ്വന്തം യാർഡിൽ തന്നെ കൊപ്ര ഉണ്ടാക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് 916 വെളിച്ചെണ്ണയുടെ പ്രത്യേകത. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു രീതിയിലുള്ളൊരു പ്രോസസ്സ് ഇത്രയും വിപണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് കേരളം മുഴുവൻ വിറ്റ് തീർക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ റോ മെറ്റീരിയലാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന കൊപ്രയല്ലാതെ വേറൊരു കൊപ്രയെ ഞങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നില്ല. ഇതാണ് 916 വെളിച്ചെണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നാട്ടിൽ നിന്ന് തേങ്ങ ശേഖരിച്ച് സ്വന്തമായിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് അവിടെ തന്നെ കൊപ്രയാക്കി ഉണക്കി പ്രോസസ്സ് ചെയ്ത വെളിച്ചെണ്ണയാണിത് 916 ബ്രാൻഡ്. നമ്മുടെ ഈ ഒരു ഷോയുടെ തുടക്കം മുതൽ നമ്മളോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന നിലയിൽ അതിൻ്റെ പരിശുദ്ധിയോടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൈർമല്യത്തോടു കൂടി ആ ഒരു പ്രൊഡക്റ്റ് നാട്ടുകാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫർട്ടിന് നന്ദി. അപ്പോൾ ഇത് വലിയൊരു വിജയമായി മാറട്ടെ. നിങ്ങളുടെ ഈ പ്രൊഡക്ഷൻ കൂടി കേരളത്തിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ലോകത്തുള്ള എല്ലാവരിലേക്കും 916 എത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമസ്കാരം. ഇന്നൊരു ഇൻഡോ ചൈനീസ് സ്റ്റൈലിൽ സ്റ്റിർ ഫ്രൈ ചെയ്ത ഒരു വെജിറ്റബിളാണ്. സാധാരണ ചൈനീസ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ട് അല്ലെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിഷ് ഉണ്ടാക്കുക. ഇത് കുറച്ചുകൂടെ ഹെൽത്തി വേർഷനിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് കഴിക്കുകയാണ്. കുറച്ച് ഹെൽത്തി വേർഷനാണ്. അപ്പോൾ അതിനകത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഇന്ന് നമുക്ക് ബ്രോക്കലി, കുറച്ച് മഷ്റൂം, ചെറിയ ഉള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അതിന് തന്നെ ഒരു പാൻ ചൂടാക്കുന്നു. എണ്ണയിലോ ബട്ടറിലോ നമുക്ക് ചെയ്യാം. ഇത് ബട്ടറിലാണ് ചെയ്യുക. കുറച്ചുകൂടെ ഒരു സോട്ട് ചെയ്യുന്ന കാരണം ബട്ടറിൽ എപ്പോഴും ആ വെജിറ്റബിളിന് ഒരു ഫ്ലേവർ ഉണ്ടാവും. അതിന് തന്നെ കുറച്ച് ഗാർലിക് സ്ലൈസ് ചെയ്തത് ഈ ബട്ടറിനകത്ത് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ചെറിയ ഉള്ളി ഹോളായിട്ട് നമ്മളിടുകയാണ്. ഗ്രീൻ ചില്ലി, കുറച്ച് മഷ്റൂംസ്, ബ്രോക്കലി, ക്യാപ്സിക്കം. ഒരു 5 മിനിറ്റ് ഈ ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കുക. വെജിറ്റബിൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് സോട്ടായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയമാണ്. അപ്പോൾ വീണ്ടും കുറച്ച് ബട്ടർ ഇതിൻ്റെ സെൻറ്ററിലിടുന്നു. ഒരല്പം ചില്ലി പൗഡർ ആ ബട്ടറിലിടുന്നു. ലേശം ബ്ലാക്ക് പെപ്പർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ കെച്ചപ്പ്, ലേശം സോയാ സോസ്. ബട്ടറിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ഈ വെജിറ്റബിൾ എല്ലാം വീണ്ടും മിക്സ് ചെയ്യുന്നു. സോസിൽ പച്ചക്കറിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ, ബ്രോക്കലി ആണോ, അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങളുടേതായ പേഴ്സണലായിട്ടുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം, പീസ് ആഡ് ചെയ്യാം, ബീൻസ്, ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം. അതങ്ങനെ മിക്സ് ആയിട്ടുള്ള വെജിറ്റബിൾ, അതേപോലെ മിക്സ് ആയിട്ടുള്ള പലതരം ക്യാപ്സിക്കം ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് ചേർത്താൽ വളരെ കളർഫുള്ളായിട്ട്, ഈവൻ തക്കാളി, ടൊമാറ്റോ ഉൾപ്പെടെ ചേർത്തിട്ട് നമുക്ക് ഈ ഡിഷ് റെഡിയാക്കാം. ഏകദേശം ആ സോസിനകത്ത് നന്നായിട്ട് പെരണ്ട ഒരു ക്രഞ്ചി ആയിട്ടാണ് ഈ വെജിറ്റബിൾ കഴിക്കാൻ. പച്ചക്കറി ഒരുപാട് ഓവർ കുക്ക് ആവുന്നില്ല. ഉള്ളി, ചെറിയ ഉള്ളിയും ക്യാപ്സിക്കവും ബ്രോക്കലിയും മഷ്റൂമുമാണ്. അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻസ്, ലേശം മല്ലിയില, ഒരു പൊടിക്ക് ബ്ലാക്ക് പെപ്പറിൻ്റെ അവസാനം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിളാണ് ഇത്. മഷ്റൂം, ക്യാപ്സിക്കം, ചെറിയ ഉള്ളി, ബ്രോക്കലി. അതിനകത്ത് ലേശം സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ചില്ലി സോസ്, സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കുക. താങ്ക് യു സോ മച്ച്.